ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മളിതാ ജിമ്മിലോട്ട് വന്ന്. അപ്പോൾ ഗൈസ് നമ്മളവിടെ വർക്കൗട്ട് ചെയ്യുന്ന ആരൊന്നുമില്ല. അപ്പോൾ ഞാനിന്ന് ഒറ്റയ്ക്കാണ് ഗൈസ് വർക്കൗട്ട് ചെയ്യണം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കും ബൈസും വർക്കൗട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ബാക്ക് ആദ്യം തന്നെ ലാഗ് പുൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സീറ്റഡ് റോ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ വർക്കൗട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഒരു 6 മണിയായി. അപ്പോൾ ഏകദേശം എല്ലാവരെയൊക്കെ വർക്കൗട്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ സീറ്റ് ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ സ്റ്റാൻഡിങ് പുൾ ഓവർ ആണെന്ന് തോന്നുന്നു, അല്ല ഡംബൽ ഡ്രോ കേസ് ഡംബൽ ഡ്രോ ആണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റാൻഡിങ് പുൾ ഓവർ ചെയ്തത്. അപ്പം ഡംബൽ ഡ്രോ ചെയ്യാൻ പോയപ്പോഴും കേസ് രാവിലെയും ഉച്ചയ്ക്കൊന്നും ഫുഡൊന്നും കഴിച്ചില്ല കേസ്. എന്തോ ഒരു ഇതായിട്ട് അപ്പം ഒരു എനർജി ലോസ് എന്ന് വെച്ചാൽ ലോസല്ല, ഒരു നമുക്കൊരു പൊട്ടൻഷ്യൽ ഇല്ലായിരുന്നു വർക്കൗട്ട്. അപ്പം പ്രീ വർക്കൗട്ടൊക്കെ കുടിച്ചിട്ട് ആ പൊട്ടൻഷ്യൽ ഇന്ന് ചെയ്യുകയാണ്. അത് കുടിച്ചപ്പോൾ കുറച്ചൊരു എനർജി കിട്ടി. അപ്പോൾ നമ്മൾ ഡംബൽ ഡ്രോ ഒരു 3 സെറ്റ് ചെയ്യണം, എല്ലാം 3 സെറ്റാണ്. അപ്പം ഓരോന്ന് 3 സെറ്റ് കഴിഞ്ഞ് നമ്മൾ ഓരോ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കിന് 4 വർക്കൗട്ടാണ് കേസ്. അപ്പോൾ അടുത്ത നമ്മൾ ചെയ്തതാണ് സ്റ്റാൻഡിങ് പുൾ ഓവർ ഒരു 3 സെറ്റ്സ്. അതും മാക്സിമം വെയ്റ്റ് എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് ഞാനൊരു 20-25 ആണെന്ന് തോന്നിയിട്ടത്. അപ്പോൾ അതിട്ട് കോൺസെൻട്രേഷൻ സെയിം നല്ല സ്ട്രെച്ച് ചെയ്ത് സമാധാനമായിട്ട് ചെയ്യാൻ പറ്റിയ കേസ്. എന്ന് വെച്ചാൽ തിരക്ക് കുറവായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കേസ് ബൈസിൻ്റെ വർക്കൗട്ട്. ആദ്യം നമ്മുടെ ബാറിൽ കേൾ, അതും ഓരോ വെയിറ്റ് കൂട്ടിയാണ് ചെയ്തത്. അപ്പം അത്യാവശ്യം നല്ല പിടുത്തം ഉണ്ടായിരുന്നു. അപ്പം അതും കഴിഞ്ഞിട്ട് ഇൻക്ലൈനിൽ കിടന്നൊരു കേസ് നമ്മുടെ കോൺസെൻട്രേഷനിൽ കേൾ, നമ്മുടെ ഡംബൽ കേൾ. അപ്പം ബൈസൊക്കെ നല്ല പയ്യെ ചെയ്തപ്പോൾ നല്ല പിടുത്തം ഉണ്ടായിരുന്നു കേസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ കേസ് ഹാമർ ചെയ്ത്. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ നല്ല ഡെഡായി. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോർ ആംസിന് വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു വർക്കൗട്ടും കൂടെ ബൈസിന് ചെയ്തത്, അത് വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയി. അത് കഴിഞ്ഞ് ഞാൻ ഓർത്തത്. അപ്പോൾ ഫോർ ആംസിന് ഒരു വർക്കൗട്ട്, ഫോർ ആംസിൻ്റെയും വർക്കൗട്ട് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് എല്ലാവരും ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് എല്ലാവരും പോകാറായി. അപ്പോഴത്തേക്കും ടൈം 8 o'clock ആയി, 8 മണിയായി അപ്പോഴത്തേക്ക് തന്നെ. അപ്പോൾ നമ്മളത് ഫോർ ആംസിനെല്ലാം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ.